9-ാം നൂറ്റാണ്ടിൽ അഭിനന്ദൻ എന്ന് പറയുന്ന ഒരു കാശ്മീരി പണ്ഡിതൻ ഇത് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഭാഷയിലേക്ക്, ഇത് സംസ്കൃതത്തിലല്ലേ രചിക്കുകയുണ്ടായി, പക്ഷെ അതൊന്നും ഇത്ര അവൈലബിൾ അല്ല. കേരളത്തിലേക്ക് നമ്മൾ മലയാളിയുടേതാക്കാൻ ശ്രമിച്ചത് 20-ാം നൂറ്റാണ്ടിലാണ്. അന്ന് ഇത് കിളിപ്പാട്ടായിട്ട്, കിളി ചൊല്ലുന്നതായിട്ട് രചിച്ചു. പിന്നെ ചെറിയ ചെറിയ ഭാഗങ്ങൾ, പ്രകരണത്തിൻ്റെ 1-ാം പ്രകരണം അല്ലെ 4-ാം പ്രകരണം അങ്ങനെ രചിച്ചു, പദ്യമായിട്ട് രചിച്ചു. പക്ഷെ സമ്പൂർണമായിട്ട് ഇത് ഗദ്യമായിട്ടും അതിൻ്റെ വ്യാഖ്യാനത്തോടു കൂടി രചിച്ചത് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ സാറാണ്. അദ്ദേഹമാണ് ഇത് വളരെ ഗംഭീരമായിട്ട് നമുക്ക് യോഗവാസിഷ്ടം എന്നുള്ള രീതിയിൽ വ്യാഖ്യാനത്തോടു കൂടി തന്നത് എന്ന് പറയുകയാണ്. അപ്പം ഇത് ശ്രീരാമന് കൊടുത്ത ഉപദേശങ്ങൾ ഗുരുശിഷ്യ സംവാദത്തിലൂടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ശ്രീരാമന് വസിഷ്ഠമുനിയിൽ നിന്ന് നല്ല ശിക്ഷണം കിട്ടി. അടുത്ത പിന്നെ എവിടുന്നാണ് കിട്ടിയത്? വിശ്വാമിത്ര മഹർഷിയിൽ നിന്ന്. വിശ്വാമിത്ര മഹർഷി 10 ദിവസത്തേക്കാണ് ശ്രീരാമനെ കടം ചോദിക്കുന്നത് ദശരഥ മഹാരാജാവിനോട്. യാഗം 6 ദിവസമാണ്. അപ്പോൾ 10 ദിവസത്തിനുള്ളിൽ ഞാൻ കൊണ്ടുവിട്ടേക്കാം എന്നാണ് പറയുന്നത്. ഈ 10 ദിവസത്തിൽ കൊടുത്ത ശിക്ഷണം എന്ന് പറയുന്നത് എത്ര മനോഹരായിരുന്നു എന്നറിയാം. ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എത്ര അത്യാവശ്യമാണെന്ന് കാണിക്കുന്നതാണ്. അത് ശ്രീകൃഷ്ണ ചരിതം എടുത്താൽ നമുക്കറിയാം. സാന്ദീപനിയുടെ ആശ്രമത്തിൽ പോകുമ്പോൾ ഇതെത്ര അത്യാവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഗുരുവിൻ്റെ കൂടെ പോകുന്നുണ്ട്, കൂട്ടിക്കൊണ്ട് ഗുരു വിശ്വാമിത്ര മഹർഷി ഈ കുട്ടികളെയും കൂട്ടി പോകുന്നുണ്ട്. അപ്പോൾ അയോധ്യയുടെ പ്രധാന പരിധി കടന്നപ്പോൾ തന്നെ ബല അതിബല മന്ത്രം ഉപദേശിച്ചു. ഈ ബല അതിബല മന്ത്രത്തിന് വിശപ്പും ദാഹവും ഇല്ലാതാകുക എന്നുള്ളത് മാത്രമല്ല, വേറെ ഒത്തിരി ഗുണങ്ങളുണ്ട്. അതായത് കാലക്രമേണ നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന ചുക്ക് ചുളുക്ക് ഇതെല്ലാം മാറുക, ശത്രുക്കൾ നമ്മളെ ആക്രമിക്കാതിരിക്കുക, അവർക്ക് ആ ശക്തി ഇല്ലാതിരിക്കുക, ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ഉള്ളതാണ് ബല അതിബല മന്ത്രം. ആ ബല അതിബല മന്ത്രം ഉപദേശിച്ച് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ പിന്നെ അന്ന് അവർ രാത്രി തങ്ങുകയാണ് ചെയ്യുക. തങ്ങുമ്പോൾ എവിടെ ബെഡ് വല്ലതും ഉണ്ടോ? കട്ടിലും ഒന്നുമില്ല, ദർഭപുല്ലിലാണ് ഈ കുട്ടികൾ കിടക്കുന്നത്. അപ്പം ദർഭപുല്ലിൽ കിടന്നുറങ്ങി രാവിലെ ആകുമ്പോൾ വിശ്വാമിത്ര മഹർഷി കുട്ടികളെ വിളിച്ചുണർത്തുന്നതുണ്ട്. വളരെ പ്രശസ്തമായിട്ടുള്ള ശ്ലോകം. കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്യകം. കൗസല്യയുടെ ഏറ്റവും നന്മ നിറഞ്ഞ മകനെ പ്രഭാതമായി എഴുന്നേൽക്കൂ, സന്ധ്യാവന്ദനം ചെയ്യൂ. എത്ര മനോഹരമായിട്ടാണ് വിളിക്കുക അല്ലേ? എത്ര സ്നേഹത്തോടു കൂടിയാണ് വിളിക്കുക. എല്ലാവരും ഇങ്ങനെയാണോ കുട്ടികളെ രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത്? പറയുകയാണ് ആദിശങ്കരാചാര്യർ പറയുന്നു, ഗാഠനിദ്രയിലുള്ള ഒരാളെ ഞെട്ടിക്കുന്ന രീതിയിൽ വിളിച്ചുണർത്തിയാൽ വളരെ വലിയ രോഗങ്ങളുണ്ടാവും. അത് എത്ര മരുന്നുകൊണ്ടും ഭേദാവില്ല എന്ന് ശങ്കരാചാര്യർ പറയുക. നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല ഇതുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് രോഗം എന്ന്. അപ്പം ഇത് ആദിശങ്കരാചാര്യർ തന്നെ പറയണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇവിടെ രാമായണം നമുക്ക് ജീവിതത്തിനുള്ള എത്ര പാഠങ്ങളാണ് തരുന്നതെന്ന് നോക്കൂ. ഓരോ വരിയിലൂടെയും 10ഉം 20ഉം 100ഉം പാഠങ്ങളാണ് നമുക്ക് രാമായണം കാണിച്ചു തരുന്നത്. എന്താണെങ്കിൽ അന്ന് വിളിച്ചുണർത്തി കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് താടക ഭയങ്കരി അല്ലേ, താടകയെ വധിക്കണം എന്ന് പറയുന്നത്. അപ്പം താടകയെ വധിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീരാമന് സംശയമുണ്ട്, ഒരു സ്ത്രീയെ വധിക്കാമോ എന്ന് അല്ലേ. അവിടെ എത്ര കൃത്യമായിട്ടാണ് വിശ്വാമിത്ര മഹർഷി ഉപദേശം കൊടുക്കുന്നത്. അതായത് ഒരു തീവ്രവാദിയാണെങ്കിൽ അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ഒരു രാജാവ് നോക്കാൻ പാടില്ല, ഒരു ഭരണാധികാരി നോക്കാൻ പാടില്ല. ഭരണാധികാരി തനിക്ക് ഗുണമാണോ ദോഷമാണോ, തനിക്ക് പാപം വരുമോ പുണ്യം വരുമോ എന്ന് നോക്കാതെ രാജ്യത്തിന് ഏതാണോ ഉചിതം അതേ ചെയ്യാവുള്ളൂ. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. ഇവിടെ താടകയെ അധർമ്മ്യ എന്തൊക്കെ പേരുകളാണ് ഉപദേശിക്കുക. ധർമ്മ 7 അയൽവക്കത്ത് കൂടെ പോയിട്ടില്ല, ഇനി ഉപദേശിച്ചാൽ നന്നാവുകയുമില്ല. മുനിമാർക്ക് അവിടെ ജീവിക്കാൻ പറ്റണില്ല. അധർമ്മചാരിണിയാണ്, ദുരാചാരിണിയാണ്. അതുകൊണ്ട് വധിക്കണം എന്ന് പറയുകയാണ്.
വിശ്വാമിത്ര മഹർഷി ഈ താടകയെ കൊല്ലണം, അതിൻ്റെ ധാർമ്മികപരമായിട്ടുള്ള വശങ്ങൾ, ഒരു രാജാവ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും താടക മുന്നിൽ വന്ന് അമ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ സഞ്ചിത സംസ്കാരം പുറത്തു വന്നു. അപ്പോൾ എന്നാലും ഒരു സ്ത്രീയല്ലേ, ഒരു സ്ത്രീയുടെ മാറിലേക്ക് അല്ലേ, എങ്ങനെയാണ് ഒരമ്മയല്ലേ, എത്രയാണെങ്കിലും ഒരു സ്ത്രീ എന്ന് പറയുന്നത്, താടകയ്ക്കും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മാറിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പാല് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു മാതൃത്വം ഉണ്ടല്ലോ, ആ ചിന്തകൾ വന്നു. അപ്പോൾ ആ മാറിലേക്ക്, നെഞ്ചും കുഴിയിലേക്ക് എങ്ങനെയാണ് ഞാൻ അമ്പ ചെയ്യുക, എന്നാൽ പിന്നെ കണ്ണും കാതും ഒന്ന് ഛേദിച്ചു വിട്ടാലോ ലക്ഷ്മണ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് വിശ്വാമിത്ര മഹർഷിക്ക് കാര്യം മനസ്സിലായത്. അതായത് ഒരു രാജാവിന് ഇങ്ങനെയുള്ള സഞ്ചിത സംസ്കാരങ്ങൾ ഒരു പരിധി കൂടുതൽ വന്നാൽ അദ്ദേഹത്തിന് ശരിക്കും അത് ദോഷകരമായിട്ട് ഭവിക്കും അല്ലേ. ശത്രുക്കളെയൊക്കെ കൊല്ലണ്ടേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പാകിസ്ഥാൻ നമ്മളെ വന്ന് ആക്രമിക്കാനും ബോംബിടാൻ വരുമ്പം അദ്ദേഹത്തിന് അപ്പുറത്തെ പാകിസ്ഥാൻ്റെ സൈനികന് കുടുംബം ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സമാനായിട്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ അവർക്കെടുത്ത് അമ്പയ്യാനുള്ള ധൈര്യം വേണം. അപ്പോൾ രാജാവിന് ചിലപ്പോൾ തൻ്റെ സഞ്ചിത സംസ്കാരം ചിലപ്പം പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പം ഏതൊക്കെ രീതിയിൽ കരുത്തുറ്റ രീതിയിൽ പെരുമാറണം എന്നുള്ള കോച്ചിങ്ങാണ് വിശ്വാമിത്ര മഹർഷിയുടെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുരുക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ നീതി എന്ന് പറയുന്നത് പോലെ രാമായണത്തിലെ രാമനീതി തുടങ്ങുന്ന സ്ഥലമാണിത് കൃത്യമായിട്ടും. കാരണം രാമൻ അവിടെയാണ് ഒരു ആദ്യ ആശങ്ക വന്നത്, സ്ത്രീയെ കൊല്ലാവോ എന്നുള്ളത്. പിന്നീട് തീരുമാനം എടുക്കുന്നു. മാത്രമല്ല വീട്ടിൽ നിന്നേ പറഞ്ഞു വിട്ടിട്ടുണ്ട് ദശരഥ മഹാരാജാവ്, ഈ വിശ്വാമിത്ര മഹർഷി എന്ത് പറയുന്നോ അത് കണ്ണും പൂട്ടി അങ്ങ് അനുസരിച്ചേക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ടുകൂടി പിന്നെ ഒന്നും നോക്കാതെ താടകയെ വധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇന്നത്തെ ഭരണകർത്താക്കൾക്കുള്ള ഒരു വളരെ വലിയ സന്ദേശമാണ്. തനിക്ക് പുണ്യം കിട്ടുമോ പാപം കിട്ടുമോ ഇതൊന്നുമല്ല. ഭരണകർത്താവ് എന്തു മാത്രമേ ചെയ്യുള്ളൂ, തൻ്റെ കുടുംബം വീർപ്പിക്കാനും അല്ല നോക്കേണ്ടത്. ഭരണകർത്താവ് എന്ത് വേണം, രാജ്യത്തിൻ്റെ നന്മ എന്താണോ, എല്ലായ്പ്പോഴും ദേശത്തിൻ്റെ നന്മ എന്താണോ അതിൻ്റെ കൂടെ നിൽക്കണം. അതിനാരെ കൊല്ലാൻ മടിക്കരുത്. തനിക്ക് പാപം വരുമല്ലോ, തനിക്ക് ചീത്തപ്പേര് വരുമല്ലോ, ഇതൊന്നും മടിക്കരുത് അല്ലേ. ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ അറിയില്ലേ ചീത്തപ്പേര് വരും എന്ന്. പക്ഷെ അവിടെ സ്വന്തം ചീത്തപ്പേരാണോ നോക്കി. കാരണം കുറേ അധർമ്മികളായിട്ടുള്ളവരും ധർമ്മത്തെ മനസ്സിലാക്കാത്തവരും ഉണ്ടെന്നറിയാം. അവിടെ എന്താ നോക്കിയത്, രാജധർമ്മമാണ് നോക്കിയത്. ഒരു രാജാവിൻ്റെ ധർമ്മമാണ് ഭർത്തൃധർമ്മത്തേക്കാൾ വലുത് അല്ലേ. ഇത് സ്ഥിരമായിട്ട് ഞാൻ പറയുന്നതാണ്. കാരണം അഗ്നിപരീക്ഷ എവിടെ വെച്ചാണ് നടത്തിയത്, ലങ്കയിൽ വെച്ചാണ് നടത്തിയത്. അയോധ്യാവാസികൾ കണ്ടിട്ടില്ല. അപ്പോൾ അയോധ്യാവാസികൾ നോക്കുമ്പോൾ മറ്റൊരു പുരുഷൻ്റെ ഗൃഹത്തിൽ താമസിച്ച സീതയാണ് വന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളെല്ലാം ഇതുപോലെ ചെയ്താൽ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചത്. ശരിയല്ലേ. അപ്പോൾ ഒന്ന് പ്രജകളുടെ ആ ബഹളത്തെ ഒന്ന് ഒതുക്കാനായിട്ട് കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ സീതയോട് അവിടെ പോയി താമസിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഭർത്താവായിട്ടുള്ള കരുത്തോടുകൂടി പറയുന്ന രാജാവായിട്ടുള്ള ശ്രീരാമനെയും അന്തപുരത്തിൽ പോയി കരയുന്ന ഭർത്താവായിട്ടുള്ള ശ്രീരാമനെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം താടകാവധം എന്ന് പറയുന്നത് രാമനീതിയുടെ ഒരു തുടക്കമായിരുന്നു അല്ലേ. ഇത് കഴിഞ്ഞതോടുകൂടി വിശ്വാമിത്ര മഹർഷിക്ക് വളരെ സന്തോഷമായി. വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ഉണ്ണികളെ നാളെ രാവിലെ തന്നെ കുളിച്ചു വന്നാൽ ഞാൻ സകല ധനുർവിദ്യയും അസ്ത്രങ്ങളെല്ലാം ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞു. ഈ മുഹൂർത്തം വരെ നോക്കിയിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ അയോധ്യയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ബല അതിബല പറഞ്ഞ കൂട്ടത്തിലങ്ങ് പറഞ്ഞു കൊടുത്താൽ പോരെ. ഇതൊക്കെ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതാണ്. ഗുരുക്കന്മാരിത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, ബല അതിബല ആ സാഹചര്യത്തിൽ വേണമായിരുന്നു അല്ലേ. പിന്നീട് ഓരോ സമയത്ത് ഇവർക്ക് മുൻകൂട്ടി അറിയാം എന്താണ് വരാൻ പോകുന്നതെന്ന്. മുൻകൂട്ടി കണ്ട് കൃത്യസമയത്ത് ഓരോന്ന് കൊടുത്തുകൊണ്ടിരുന്നു. ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ വിശ്വാമിത്ര മഹർഷിക്ക് അറിയാൻ പാടില്ലാത്തതായിട്ടൊന്നുമില്ല. ഭൂതം അറിയാം, ഭാവി അറിയാം, എല്ലാ ധനുർവിദ്യയും അറിയാം. അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിന് യോഗ്യനാണോ എന്നറിയണം. നമ്മൾ പറയില്ലേ പാത്രം എറിഞ്ഞ് വിളമ്പാവൂ എന്ന് പറയില്ലേ. അപ്പം അദ്ദേഹം അതിന് യോഗ്യനാണോ? അതല്ലാതെ ഈ വെള്ളം പോയി കഴിഞ്ഞാൽ അണക്കെട്ട് കെട്ടിയിട്ട് കാര്യമില്ല. ഇനി ഉപദേശം എല്ലാം കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഇത് യോഗ്യത ഇല്ലെങ്കിലോ അത് തെറ്റായ രീതിയിലാണോ ഉപയോഗിക്കുന്നത്? അപ്പം വളരെ ബുദ്ധിയുള്ള മഹർഷികൾ ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് പരീക്ഷിക്കും.
പുറപ്പെട്ട ദിവസം തൊട്ട് ശ്രീരാമൻ്റെ മനോഭാവം, അദ്ദേഹത്തിൻ്റെ ശരീരചലനങ്ങൾ സൂക്ഷ്മമായിട്ട്, അദ്ദേഹത്തിൻ്റെ വിനയം, ഇതെല്ലാം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും അവസാനം വാലിഡേഷൻ വേണമെന്ന് പറയത്തില്ലേ, ഏറ്റവും അവസാനം ഒന്നുകൂടി ഉറപ്പിച്ചതാണ് എന്ത്, ഈ താടകാവധം. ആ ലക്ഷ്യം എത്ര കൃത്യമായിട്ടാണ് ഉന്നം വെച്ച് ലക്ഷ്യം സാധിച്ചത് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ കുട്ടികൾക്ക് ഇതിനുള്ള അർഹതയുണ്ടെന്ന്. അടുത്ത ദിവസം രാവിലെ ഒറ്റ ഇരിപ്പിന്, ക്ഷത്രിയനാണ്, മാത്രമല്ല ഇദ്ദേഹം പൂർവാശ്രമത്തിലെ രാജാവായിരുന്നു. അപ്പം അതുകൊണ്ട് എന്തെല്ലാം കൊടുക്കണം എന്നൊക്കെ അറിയാം, ഒരു രാജാവിന് എന്തൊക്കെയാണ് വേണ്ടത്, ഏത് സമയത്ത് കൊടുക്കണം എന്നറിയാം. അങ്ങനെ ഒറ്റ ഇരിപ്പിൽ 58 അസ്ത്രശസ്ത്രങ്ങളാണ് ഉപദേശിച്ചു കൊടുത്തത്. ശസ്ത്രം എന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിച്ച് ഉപയോഗിക്കുന്നതാണ്, കുന്തമൊക്കെ. അസ്ത്രം എന്ന് പറഞ്ഞാൽ തൊടുത്തു വിടുന്നതാണ്. എല്ലാ തരത്തിലും ഉണ്ട്. ആ അസ്ത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വായു സ്തംഭിപ്പിക്കുന്നത്, അഗ്നി ഉണ്ടാക്കുന്നത്, പുകച്ചിലുണ്ടാക്കുന്നത്, വെള്ളത്തിൽ കൊണ്ട് ചാടിക്കുന്നത്, നമുക്ക് ദാഹം വരുന്നത്, ഇങ്ങനെ പല തരത്തിലുണ്ട് മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ. ഇതെല്ലാം ഒറ്റ ഇരിപ്പിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതോടുകൂടി എന്താണ്, ധനുർവിദ്യയിലും പാരംഗതനായി എന്ന് അർത്ഥം. അപ്പോൾ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ കാലം ഗുരുവിൻ്റെ സാമീപ്യത്തിൽ എത്രമാത്രം മാറ്റപ്പെടുന്നു, കാഴ്ചപ്പാടുകൾ മാറ്റപ്പെടുന്നു. പിന്നീടുള്ള ശ്രീരാമൻ്റെ ജീവിതത്തിൽ അദ്ദേഹം എടുത്ത പല തീരുമാനങ്ങൾക്കും കാഴ്ചപ്പാടിന് ഇത് വലിയൊരു കാര്യമായിരുന്നു. അതായത് പണ്ട് കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 2 തരമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഗുരുകുലം, 2 ഋഷികുലം. ഈ 2 കാര്യം രണ്ടിടത്തെയും സിലബസിന് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മളങ്ങനെയല്ലേ പഠിക്കുമ്പോൾ, എല്ലാ സ്കൂളിലും ഒരേ സിലബസ് അല്ലല്ലോ. ഗുരുകുലത്തിൽ ധർമ്മത്തെ പറ്റിയാണ് കൂടുതലായിട്ട് പഠിപ്പിക്കുന്നത്. അതായത് ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെ ധർമാനുസൃതമായിട്ട് എങ്ങനെ ജീവിക്കണം, ഒരു കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം, നമ്മുടെ കടമകളൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഗുരുകുലത്തിൽ പഠിപ്പിക്കുന്നത്. ഋഷി എന്ന് പറഞ്ഞാൽ സ്വന്തം ലാഭേച്ഛ ഒന്നുമില്ലാതെ, അതായത് ആഗ്രഹങ്ങൾക്ക് പരിധി കൽപ്പിച്ചുകൊണ്ട്, വളരെയധികം മോഹങ്ങളൊന്നുമില്ലാതെ വളരെ ലളിതമായിട്ട് ജീവിക്കുന്നവരാണ് ഋഷിമാർ. അവർക്ക് കുടുംബമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഋഷിമാർ പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ധർമ്മം മാത്രമല്ല, സമഗ്രമായിട്ടുള്ള ഒരറിവ്, ലോക നന്മയ്ക്കായിട്ട് എന്തെല്ലാം കാര്യം, അതിനകത്ത് ഈ രാജ്യഭാരവും നിപുണതയും എല്ലാം വരും. ഒരു നമ്മൾ പറയത്തില്ല ഇന്ന് ഹോളിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റഡി, വളരെ സമഗ്രമായിട്ടുള്ള ഒരു പഠനം ഋഷികുലത്തിൽ കൊടുക്കുന്നുണ്ട്. ഗുരുകുലത്തിൻ്റെ ആദ്യത്തെ പേര് ഗൂന്ന, ഋഷിയുടെ ആദ്യത്തെ പേര് എന്ന് പറഞ്ഞാൽ രാന്ന ശരിക്കും. അപ്പോൾ അത് തമ്മിൽ ചേർത്താലും ഗുരു എന്നാകും അല്ലേ. അപ്പോൾ ഋഷികുൽ സ്പെല്ലിങ് എഴുതിയ എങ്ങനെ എഴുതും, നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയ എങ്ങനെ എഴുതും, RISHI. കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. നമ്മളും അമ്മമാരല്ലേ, നമുക്കിതൊക്കെ ഇതെല്ലാം കഴിഞ്ഞു വന്നതല്ലേ. ഋഷികുൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാം, ഋഷികുൽ എന്ന് പറഞ്ഞാൽ സ്പെല്ലിങ് നോക്കിയാൽ എങ്ങനെ വരും, RSHI അല്ലേ, KUL. ഇന്ന് ആചാര്യന്മാർ പറയും ഈ ആറില്ല, പോയിട്ട് സ്കൂളേ ഉള്ളൂ. ഋഷികുൽ എന്ന് പറയുന്ന സ്കൂൾ എന്നല്ല പിന്നെ എഴുതുന്നത്. അപ്പം ആചാര്യന്മാർ പറയും ഈ ധർമ്മവും ആശയങ്ങളും ബൃഹത്തായിട്ടുള്ള രാജ്യത്തിനുള്ളതൊന്നുമില്ല, ഈ സ്കൂള് മാത്രമേ ഇന്നുള്ളൂ. അപ്പം എന്താണ്, പല സ്വാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നത്.
അപ്പോൾ ഒരു കുട്ടിയുടെ 5 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടം ധർമാനുസൃതമായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിലായിരിക്കണം. ഇന്ന് അങ്ങനത്തെ സ്കൂളുകൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, കുട്ടികളെ ബാലവിഹാര പോലെയുള്ളിടത്ത് വിടണം, പ്രഭാഷണങ്ങൾ കേൾക്കാൻ കൊണ്ടിരുത്തണം എന്നൊക്കെ പറയുന്നത്. ഞാൻ പറയുന്നതുകൊണ്ടല്ല കേട്ടോ. കാരണം എന്താണ്, നമ്മളിങ്ങനെ മരത്തടി പോലെ ജീവിച്ചാൽ പോരാ, ജീവിതത്തിൽ നമുക്ക് കാഴ്ചപ്പാടുകൾ രൂപപ്പെടണം, ശക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വേണം. ഏതൊരു സംഭവം നടക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതിനെ ശരിയായ രീതിയിൽ ധാർമ്മികമായിട്ട് നോക്കി കാണണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം. പിന്നീട് എന്തു പറ്റി, 15 വയസ്സൊക്കെ കഴിഞ്ഞ താരുണ്യത്തിലേക്ക് കടക്കുമ്പോഴാണ് വിശ്വാമിത്ര മഹർഷി വരുന്നത്. അപ്പം നമ്മൾ സാധാരണ ഹയർ സ്റ്റഡീസിന് പോവില്ലേ, അതുപോലെയായിരുന്നു വിശ്വാമിത്ര മഹർഷിയുടെ ക്ലാസ്. നമ്മൾ ഡ്രൈവിംഗ് ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞാലും പിന്നെ 1 മണിക്കൂറിന് 500 രൂപ 800 രൂപ വെച്ച് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സാറിനെ കൊണ്ട് പിന്നെ നമ്മൾ പഠിക്കാൻ പോകും അല്ലേ, ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് മിനുക്ക് പണിക്കായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ വളരാണ്. ഇപ്പോൾ ശ്രീരാമൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ഗുണഗണങ്ങളെല്ലാം, അതായത് 16 ഗുണങ്ങളുള്ള ഒരു വ്യക്തി ഉണ്ടോയെന്നാണ് വാൽമീകി മഹർഷി നാരദ മഹർഷിയോട് ചോദിക്കുന്നത്. നാരദ മഹർഷി 66 ഗുണങ്ങളുള്ള ശ്രീരാമനെയാണ് വരച്ചു കാണിക്കുന്നത്. നമുക്കെന്താ വേണ്ട, ജനിക്കുമ്പം ശരിയേത് തെറ്റേതെന്ന് സാറിന് അത് ശരിയേത് തെറ്റേതാന്ന് മനസ്സിലാക്കി ജീവിക്കണം. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മുതിർന്നവരായിട്ടുള്ള അറിവുള്ളവർ ചെയ്യുന്ന കണ്ട് നമ്മൾ ചെയ്യും. അപ്പോൾ എന്താ, നമ്മൾ നോക്കുമ്പോൾ ചിലരിൽ കുറച്ച് കുറവുണ്ട്, ചിലർക്ക് കൂടുതലുണ്ട്. ഇപ്പോൾ വിശ്വാമിത്ര മഹർഷിയെ നമ്മൾ മോഡലാക്കാം, തെറ്റൊന്നുമില്ല. ദുർവാസാവ് മഹർഷി, അപ്പോൾ ഉടനെ നമ്മുടെ പിള്ളേരിക്കും ഭയങ്കര ദേഷ്യക്കാരനല്ലേ, അപ്പോൾ ഉടനെ നമ്മൾ എന്തെങ്കിലും കുറവ് കണ്ടുപിടിക്കും അല്ലേ. എല്ലാവരിലും ഇതുണ്ട്. കൂടുതൽ ഗുണങ്ങളുള്ള ആളിനെ നമ്മൾ നല്ലവെന്ന് പറയും അല്ലേ, കൂടുതൽ മോശമുണ്ട് എന്നാൽ അവൻ്റെയിലും നല്ലത് കാണും. രാവണന് ഒത്തിരി നല്ല ഗുണങ്ങളുണ്ടായിരുന്നു, പക്ഷെ കയ്യിലിരിപ്പ് മോശമായതാണ് കൂടുതലെന്നുള്ളതുകൊണ്ട് നമ്മൾ അവനെ ദുഷ്ടൻ പറയുന്നു. പക്ഷേ ഒരു മനുഷ്യനുണ്ടാക്കാൻ പറ്റുന്ന ഗുണങ്ങളുടെ പരമാവധി ഗുണങ്ങൾ, എല്ലാ ഗുണങ്ങളും ഉള്ള ഒരാൾ നമ്മുടെ മുന്നിലുണ്ട്, അയാളെ പഠിച്ചാൽ പോരെ. കൺസോളിഡേറ്റ് ആയിട്ട് എല്ലാ ഗുണങ്ങളും ഉള്ള, അതാണ് എന്ത് പറയുന്നത്, ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉത്തമ പുരുഷനെ പറ്റി പഠിച്ചാൽ ഒരു മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റുന്ന പരമാവധി ഗുണങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് ശ്രീരാമനെ പഠിച്ചാൽ മതി. അതുകൊണ്ട് ഒരു മനുഷ്യൻ നരനിൽ നിന്നും എങ്ങനെ നാരായണനിലേക്ക് എത്തി, ഈ 66 ഗുണങ്ങളും എത്തുമ്പോഴേക്കും ഒരാൾ എന്താവും, ഈശ്വര തുല്യനാവും, നാരായണനാവും. അതുകൊണ്ട് രാമായണം എന്നുള്ള എന്താ പേര്, രാമൻ്റെ അയനം, രാമൻ്റെ യാത്ര. അതായത് രാമൻ എന്ന് പറയുന്ന നരൻ നാരായണനിലേക്ക് നടത്തിയ യാത്രയാണെന്ത്, രാമായണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ഒരു യാത്ര, ഇതേ കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മളും ജീവിതത്തിൽ കാണേണ്ടത്. അല്ലെങ്കിൽ ത്രേതായുഗത്തിൽ നടന്ന ഈ ഒരു സംഭവം ഇന്ന് ഈ കലിയുഗത്തിലും വന്ന് അല്ലേ, നമ്മൾ ഈ കഷ്ടപ്പെട്ട് കറണ്ട് ഇല്ലാഞ്ഞിട്ട് ഞാൻ ഈ തൊണ്ട പോകുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട പാഠങ്ങൾ ഇതാണ്. നമ്മുടെ മഹർഷീശ്വരന്മാർക്ക് അതറിയാവുന്നത് കൊണ്ടാണ് ആ എല്ലാ ലോകങ്ങളും ബഹുമാനിക്കുന്ന ഉത്തമോത്തമനായിട്ടുള്ള പരമപുരുഷനായിട്ടുള്ള സകല ഗുണങ്ങളും തികഞ്ഞ ശ്രീരാമൻ്റെ ചരിതം നമുക്കായിട്ട് തന്നത്. അപ്പോൾ ആ മഹർഷീശ്വരന്മാർക്കോട് നമുക്കുണ്ടായിരിക്കേണ്ട കൃപ എത്രയാണ്. അവരവരുടെ ജീവിതത്തിലെ സകല സുഖഭോഗങ്ങളും വേണ്ടാന്ന് വെച്ചിട്ട് അവർ കാട്ടിൽ പോയിരുന്ന് ഇത് മുഴുവൻ യോഗദൃഷ്ടി കൊണ്ട് കണ്ട് ഈ 24,000 ശ്ലോകം മാത്രമാണോ എഴുതിയിരിക്കുന്നത്? വസിഷ്ഠരാമായണമുണ്ട്. വ്യാസമഹർഷി ചെയ്തത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ആ ഗുരു പരമ്പരയോട് ബഹുമാനം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഈ അറിവൊന്നും എൻ്റെ തലയിൽ പൊട്ടിമുളച്ചതല്ല അല്ലേ. ഞാനിവിടെ വന്നിരുന്നിട്ട് ഇപ്പം നിങ്ങളെ ഒത്തിരി പേരുടെ സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ കഴിവുകൊണ്ടാന്ന് വിചാരിച്ചാലോ, ഞാൻ ഭഗവത് കഥ പറയുന്നതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്, സത്യമല്ലേ? അതല്ലെങ്കിൽ സ്നേഹിക്കുമോ? അപ്പം പൂജ്യത്തിൻ്റെ അപ്പുറത്ത് ഒരു ഒന്നുള്ളത് കൊണ്ടാണ് പൂജ്യത്തിന് വില വരുന്നത്. അപ്പം ഞാൻ എന്ന് പറയുന്ന പൂജ്യത്തിൻ്റെ അപ്പുറത്ത് ഭഗവത് കഥയുള്ളത് കൊണ്ടാണ് എനിക്ക് വില വരുന്നത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും എന്നെ സ്നേഹിക്കുമ്പോൾ എനിക്കറിയാം ഭഗവത് കഥ പറയുന്നതുകൊണ്ടാണിത് അല്ലേ. ഞാനിതല്ല ചെയ്യുന്നതെങ്കിൽ ഈ സ്നേഹം കിട്ടുമോ? പക്ഷെ ഇതെല്ലാം എൻ്റെ കഴിവുകൊണ്ടാണെന്ന് ഞാൻ വിചാരിച്ചാലോ, അന്ന് തീർന്നു അല്ലേ, അന്ന് കഥ പോവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അതല്ലെങ്കിൽ പോലും ഈ ശബ്ദം ഒന്ന് നിലയ്ക്കാൻ അധികം നേരം വേണോ? കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കാറ്റ് മാത്രമായിട്ട് വരാം അല്ലേ, ശബ്ദം പോകാം.
ഇതിനൊന്നും അധിക സമയം വേണ്ട. പക്ഷേ ഈ അറിവുകൾ അതുകൊണ്ട് നമുക്ക് തന്ന വിനയവും അഹങ്കാരം ഉണ്ടാകരുത് രാവണൻ്റെ ചരിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് സമർപ്പിക്കാം. രാവണൻ്റെ ചരിതമൊക്കെ നോക്കുമ്പോൾ, താടകയുടെ ചരിതം നോക്കുമ്പോൾ, അഹല്യയുടെ ചരിതം നോക്കുമ്പോൾ, അഹല്യ ശ്രീരാമൻ വിശ്വാമിത്രനുമായിട്ട് അഹല്യയുടെ മുന്നിൽ വരുമ്പോൾ ശ്രീരാമന് ലക്ഷ്മണ അഹല്യയുടെ പാദത്തിൽ തൊട്ട് നമസ്കരിക്കുകയാണ് ചെയ്യുക. അധ്യാത്മരാമായണത്തിൽ തിരിച്ചാണ്. പക്ഷേ അമ്മയുടെ ഒരു എന്താ പറയുക സ്ഥാനമല്ലേ, പാദത്തിൽ തൊട്ട് അനുഗ്രഹിച്ചപ്പോൾ തന്നെ ആ പാപം എല്ലാം തീർന്നു എന്നാണ് പറയുന്നത്. ആ അഹല്യ അതുവരെ വിശ്വാമിത്ര മഹർഷിയും കണ്ടിട്ടില്ല. അതിസുന്ദരിയായിട്ടുള്ളതാണ്. പക്ഷെ ഇത്രയും കാലം താൻ ചെയ്ത തെറ്റ് അറിഞ്ഞോ അറിയാതെ വെന്ത് നീറി കഴിയുകയായിരുന്നു അഹല്യ അല്ലേ. തിരിച്ച് ആ ശ്രീരാമൻ അവിടെ എത്തുമ്പോൾ ഗൗതമ മഹർഷി അഹല്യയെ പരിപൂരിതയായിട്ട് സ്വീകരിച്ച് അത്രയും കാലം തപസ്സിനായിട്ട് പോയിരിക്കുകയായിരുന്നു ഹിമവത് പാർശ്വത്തിൽ. പക്ഷെ ആ തെറ്റ് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കിയപ്പോൾ പരിപൂരിതയായപ്പോൾ, പരിപൂരിതയായെന്ന് പറഞ്ഞാൽ എവിടം കൊണ്ടാ? മനസ്സുകൊണ്ട് പരിപൂരിതയായപ്പോൾ അവർ സന്തോഷത്തോടുകൂടി ഗൗതമ മഹർഷി അഹല്യയെ സ്വീകരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ മഹത്വം. അതായത് തെറ്റാര് ചെയ്താലും എല്ലാ കാലവും അയാളെ തെറ്റ് ചെയ്തവനായിട്ട് മുദ്ര കുത്തരുത്. എന്നാണോ അയാൾക്ക് പൂർണ്ണമായിട്ട് മാനസാന്തരം വരുന്നത് അന്ന് അയാളെ നമ്മൾ പൂർണ്ണമായിട്ട് സ്വീകരിക്കണം. എപ്പോഴൊക്കെ നമ്മളുടെ ഇതിഹാസങ്ങളിൽ ചരിതങ്ങൾ പുരാണങ്ങൾ നോക്കിയാലോ എപ്പോഴെങ്കിലും ആത്മാർത്ഥമായിട്ട് ശത്രു യുദ്ധം ചെയ്യുമ്പം ഭഗവാന്റെ കാലിൽ വീണിട്ടുണ്ടോ? ഭഗവാൻ കൊന്നിട്ടില്ല. ശരിയല്ലേ? ഒരിടത്തും ഭഗവാൻ കൊന്നിട്ടില്ല. ഇത് മര്യാദയ്ക്ക് ആ രാവണനും കേട്ടാൽ മതിയായിരുന്നു. പലരും പറഞ്ഞതാ അല്ലേ, ഞാൻ പറയുന്ന പോലെ ആ ഉടലിൽ തലയിരുന്നേനെ മര്യാദയ്ക്ക് പറയുന്നത് കേട്ടാൽ. പക്ഷെ അത് കേൾക്കാത്തത് കൊണ്ട് തല പോയി. അതല്ലെങ്കിൽ മാനസാന്തരം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ശരീരത്തിനെ അല്ല കാണേണ്ടത്, മറിച്ച് മനസ്സിലുള്ള മാനസാന്തരമാണ്. ഇപ്പം രാമായണം എത്രമാത്രം കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്ന. ഒരു തെറ്റ് ചെയ്തു എന്ന് വെച്ചാൽ നമ്മളും നമ്മുടെ സമൂഹത്തിലെ കുടുംബത്തിലുള്ളവരെ ആത്മാർത്ഥമായിട്ട് അവർ പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ ഒന്നിനും പരിഹാരമില്ല. അവരെ എന്ത് വേണം? നമ്മൾ കല്ലെറിയാതെ കൂടെ നിർത്തണം, അവരെ സപ്പോർട്ട് ചെയ്യണം. അഹല്യ ചരിതത്തിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് മുഴുവനായിട്ടുള്ള അറിവുകൾ തന്നിരിക്കുന്ന ആ ഗുരുപരമ്പരയെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ ക്ഷമയോടെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങളും ആ പരമാത്മാവിൻ്റെ ചൈതന്യം തന്നെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പാദങ്ങളിലും നമസ്കരിക്കുന്നു.